ദേവയാനി. രചന രാജി ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പ്രൗഢിയിൽ നിന്നും മുന്നിൽ നിൽക്കുന്ന കുരിശിങ്കൽ തറവാട്. തറവാടിന്റെ മുൻവശത്തുള്ള മനോഹരമായി അറേഞ്ച് ചെയ്ത പുൽത്തകിൽ ചാരു കസേരയിലിരുന്ന് പത്രം വായിക്കുകയാണ് തോമസ് ചാക്കോ കുരിശിങ്കൽ. തോമസിനുള്ള ചായയുമായി അദ്ദേഹത്തിനടുത്തേക്ക് വരികയാണ് ഭാര്യ റോസമ്മ തോമസ് കുരിശിങ്കൽ. ദേ ചായ. ആ, റോയിച്ചൻ എണീറ്റില്ലേ റോസി? ഇല്ല ചായ, ഇന്നലെ എസ്റ്റേറ്റിൽ പോയിട്ട് അവൻ ലേറ്റ് ആയിട്ടില്ല എത്തിയത്, അതാവും. സുഭദ്രാമയ്ക്ക് എങ്ങനെയുണ്ട് താൻ ഇന്നലെ കണ്ടപ്പോ? അധികം കുറവൊന്നും പറയാറായിട്ടില്ല ചായ. കാലിന് നല്ല വേദനയുണ്ട്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. ഒരു കണക്കിന് നോക്കിയാൽ കഷ്ടം വെച്ചായ അവിടുത്തെ കാര്യങ്ങൾ. അവിടെ സുഭദ്രാമയും അവരുടെ കൊച്ചുമോളും മാത്രമല്ലേ ഉള്ളൂ. നമ്മളല്ലാതെ വേറെ ആരുമില്ല അവരെ സഹായിക്കാൻ. നമ്മളെ കൊണ്ടാവുന്നൊക്കെ നമുക്ക് ചെയ്യാടോ. താൻ പോയി ചായ കുടിക്ക്. ശരി ചായ. റോസമ്മ അടുക്കളയിലേക്ക് പോയി. കാലുവയ്യെങ്കിലും അടുക്കള കയറി ചായ ഉണ്ടാക്കിയാണ് സുഭദ്ര. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വന്ന ദേവ് കാണുന്നത് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന മുത്തശ്ശിയാണ്. എന്താ മുത്തശ്ശി ഇത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വയ്യാണ്ട് ജോലിയൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാന്ന്. പിന്നെ എന്തിനാ മുത്തശ്ശി രാവിലെ തന്നെ അടുക്കളയിൽ കയറിയേ? അതൊന്നും സാരല്ല മോളെ, എൻ്റെ കുട്ടിക്ക് കോളേജിൽ പോവേണ്ടതല്ലേ. മോൾ ഇവിടെ അടുക്കള പണിയൊക്കെ ചെയ്ത് നിന്നാലേ കോളേജിൽ പോവാൻ വൈകും. എൻ്റെ മുത്തി ഇങ്ങനെ വയ്യാത്ത കാലം വെച്ച് പണിയെടുത്താലേ കിടപ്പിലായി പോകും കേട്ടോ. മുത്തി കിടപ്പിലായ എനിക്ക് സങ്കടാവും. ഏയ് അതൊന്നുമില്ല, മോൾ ഈ ചായ കുടിക്ക്. മുത്തശ്ശി അവിടെ പിടിച്ചിരുത്തി അവൾ ഏകദേശം പണിയൊക്കെ തീർത്ത് കോളേജിൽ പോകാൻ റെഡിയായി. ഇവൾ ദേവയാനി എന്ന ദേവ്, സുഭദ്രയുടെ ഒരേ ഒരു മകന്റെ മകൾ. ദേവുവിന് 5 വയസ്സുള്ളപ്പോൾ വിധി ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അവളുടെ അച്ഛനെയും അമ്മയും അവളിൽ നിന്നും തട്ടിയെടുത്തു. അന്നു മുതൽ സുഭദ്രയുടെ സംരക്ഷണത്തിലാണ് ദേവ്. സുഭദ്ര വീടുകളിൽ അടുക്കളപ്പണി ചെയ്താണ് ആഹാരത്തിനും ദേവിന്റെ പഠിത്തത്തിനുമുള്ള ചെലവ് കണ്ടെത്തുന്നത്. ഇപ്പൊ കുറെ നാളെ കുരിശിങ്കൽ തറവാട്ടിലാണ് സുഭദ്ര പണി ചെയ്യുന്നത്. മുത്തശ്ശി ഞാൻ ഇറങ്ങുവാണേ, കഴിക്കാനുള്ള ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്നവരെന്നെ മുത്തി ഇറങ്ങി നടക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ശരി മോളെ, പോയിട്ട് വാ. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ദേവ് കോളേജിലേക്ക് പോയി. അമ്മജി ചായ. സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിനിടെ റോയിച്ചൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഇത് റോയിച്ചൻ, കുരിശിങ്കൽ തറവാട്ടിൽ തോമസ് ചാക്കോ കുരിശിങ്കലുടെയും റോസമ്മ തോമസ് കുരിശിങ്കലുടെയും ഒരേ ഒരു മകൻ റോയി തോമസ് കുരിശിങ്കൽ. ആളിത്തിരി കലിപ്പനാണെന്ന് ഒഴിച്ചാൽ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും സ്വഭാവ സവിശേഷതകളൊക്കെയുണ്ട് റോയിച്ചനും. ഗുഡ് മോർണിംഗ് അപ്പച്ച. റോയി അപ്പച്ചനടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. ഗുഡ് മോർണിംഗ് മോനെ. പിന്നെ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ടാണ് ചോദിക്കാത്തേ. എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ മോനെ? അതെ അപ്പച്ച, എല്ലാം ഓക്കെയാണ്. ചെറുക്കും കയറ്റി വിട്ടിട്ടാ ഞാൻ പോന്ന്. റോസമ്മ റോയിക്കുള്ള ചായയുമായി വന്നു. മോനെ ചായ. ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഗുഡ് മോർണിംഗ് മോനെ. ഇന്ന് നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ റോയിച്ച? ഇല്ല അപ്പച്ച. എന്നാ മോ വൈകുന്നേരം അമ്മച്ചിയുടെ കൂടെ നമ്മുടെ സുഭദ്രയുടെ വീട് വരെ ഒന്ന് പോകണം. അവർക്ക് തീരെ വയ്യെന്ന അമ്മച്ചി പോയി കണ്ടിട്ട് പറഞ്ഞു. അവർക്ക് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, കുറച്ച് കാശും കൊടുക്കണം. ശരി അപ്പച്ച, ഞാൻ പോവാം. അമ്മച്ചി എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാവും. ആ മോനെ ഞാൻ പറയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടാളും വന്ന് കഴിച്ചേ. ആടോ, ഞങ്ങൾ വരാം. വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന ദേവ് കണ്ടത് മുറ്റത്തൊരു കാറ് കിടക്കുന്നതാണ്. അല്ല, ഇതേതാ ഇവിടെ ഒരു കാറ്? അവൾ സംശയത്തോടെ അകത്തേക്ക് കയറി. അകത്ത് കയറി അവൾ കണ്ടത് ആളിൽ മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും പ്രായമായ സ്ത്രീയെയുമാണ്. മോളെത്തിയോ? ഇതാരാന്ന് മോൾക്ക് മനസ്സിലായോ? സുഭദ്ര ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. ഇതാണ് മോളെ, മുത്തശ്ശി ജോലിക്ക് പോകുന്ന വീട്ടിലെ അമ്മച്ചിയും മോനും. ഓ, എനിക്ക് മനസ്സിലായില്ല, അതാ സോറി. അയ്യോ, അതിനെന്തിനാ മോളെ നീ സോറി പറയുന്നേ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. റോസമ്മ ചിരിയോടെ പറഞ്ഞു. മോളിങ് അടുത്ത് വന്നേ. റോസമ്മ അവൾ അടുത്തേക്ക് വിളിച്ചു. മടിച്ച് അവൾ അവർക്കരികിലേക്ക് പോയി. മോളി ഇവിടെ ഇരുന്നേ, അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതെന്താ മോളെ, ഞങ്ങൾ അങ്ങനെ അന്യരായിട്ടൊന്നും കാണണ്ട, മോളി ഇവിടെ ഇരുന്നേ. അവൾ മുത്തശ്ശിയെ നോക്കി. അവർ കണ്ണടച്ച് സമ്മതം നൽകി. അവൾ റോസമ്മയുടെ അടുത്തിരുന്നു. അവരവിടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മോള് മിടിക്കാണെന്ന് സുഭദ്രാമ പറഞ്ഞു. അവൾ അവരെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ നമുക്ക് ഇറങ്ങാൻ പറ്റി? റോയി റോസമ്മയെ നോക്കി പറഞ്ഞു. മോനെ ഇറങ്ങാം. അവർ പോവാനായി എഴുന്നേറ്റു. അപ്പം ശരി സുഭദ്രാമേ, ഞങ്ങൾ ഇറങ്ങുക. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കേണ്ട കേട്ടോ. സുഭദ്രാമ അവരെ നോക്കി പുഞ്ചിരിച്ചു. മോളെ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ശരി അമ്മച്ചി. ദേവ് ചിരിയോടെ അവർ പോകുന്നത് നോക്കി നിന്നു. 2 ദിവസത്തിന് ശേഷം സുഭദ്രാമ കുരിശിങ്കൽ വീട്ടിൽ ജോലിക്ക് വന്നു. അല്ല, ഇതാരും സുഭദ്രാമയോ? അസുഖമൊക്കെ മാറിയോ? എസ്റ്റേറ്റിലേക്ക് പോകാനിറങ്ങിയ തോമസ് സുഭദ്രയെ കണ്ട് ചോദിച്ചു. മാറി തോമസ് ഏട്ടാ, സുഭദ്ര പറഞ്ഞു. തോമസിന്റെയും റോസമ്മയുടെയും നിർദ്ദേശപ്രകാരം സുഭദ്രാമ തോമസ് ഏട്ട എന്നും റോസിയേച്ചി എന്നുമാണ് അവരെ വിളിക്കുന്നത്. സുഭദ്രാമ ഇരുവർക്കും സഹോദരി തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ പലതും കൊഴിഞ്ഞുപോയി.
ഒരു ദിവസം രാവിലെ കോളിംഗ് ബെല്ല് കേട്ട് റോസമ്മ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ദേവുവിനെയാണ് കണ്ടത്. അല്ല, ഇതാര് ദേവുമോളോ? വാ വാ, കയറി വാ. തനിച്ചേ ഉള്ളോ? സുഭദ്രാമയുടെ? അത് മുത്തശ്ശിക്ക് തീരെ വയ്യ, അതുകൊണ്ടാ മുത്തശ്ശിക്ക് പകരം ഞാൻ ജോലിക്ക് വന്നേ. എന്താ മോള് പറഞ്ഞേ? മോള് ജോലിക്ക് വന്നതാണോ? സുഭദ്രാമയ്ക്ക് വൈകി മോളെന്തിനാ ജോലിക്ക് വന്നേ? ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ സുഭദ്രാമ ജോലി ചെയ്യാൻ സഹായം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിച്ച്. മോളിപ്പോൾ പഠിക്കുന്ന പ്രായ. മോളെ കൊണ്ട് ജോലിയിപ്പിക്കാൻ മാത്രം അത്രയ്ക്ക് ഹൃദയമില്ലാത്തോളം നല്ല മോളെ ഞാൻ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ജോലി ചെയ്യാൻ സഹായം സ്വീകരിക്കാൻ മുത്തശ്ശിയെ പോലെ എനിക്കും താല്പര്യമില്ല. മുത്തശ്ശി ചെയ്യുന്ന പോലെ ആവില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കറിയാം. പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. അവൾ അവരുടെ മുമ്പിൽ കൈകൂപ്പി. അയ്യോ മോളെ, നീ എന്താ ഈ ചെയ്യുന്നേ? മോള് വന്നേ. അവരവളുടെ കൈ പിടിച്ച് അകത്തേക്ക് പോയി. അല്ല, ഇതാര് ദേവുമോളോ? തോമസ് ചോദിച്ചു. റോസമ്മ ദേവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തോമസിനോട് പറഞ്ഞു. എന്താ മോളെ ഇത്? നിന്നെ ഞങ്ങളുടെ ജോലിക്കാരിയാക്കാനോ? പ്ലീസ് സർ, അവൾ കൈകൂപ്പി പറഞ്ഞു. എന്താ മോള് വിളിച്ചേ? തോമസ് റോസമ്മയെ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അത് ഞാൻ... മോള് ഞങ്ങളെ അപ്പച്ചനെന്നോ അമ്മച്ചിയെന്നോ വിളിച്ചാൽ മതി. അതേ മോളെ, നീ ഞങ്ങളുടെ മോള് തന്നെയാ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് റോസമ്മ പറഞ്ഞു. അങ്ങനെ സുഭദ്രാമയ്ക്ക് പകരം ദേവു അവിടെ ജോലി ചെയ്തു. തോമസ് റോസമ്മയെ അവളെ കൊണ്ട് അധികം ജോലി ഏൽപ്പിക്കാതെ അവൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഒരു ദിവസം അമ്മച്ചി പറഞ്ഞിട്ട് റോയിച്ചന്റെ റൂമിൽ നടക്കാനുള്ള തുണിയെടുക്കാൻ പോയതായിരുന്നു ദേവു. കട്ടിൽ കിടന്ന് തുണികളെടുത്ത് തിരിഞ്ഞപ്പോഴായിരുന്നു റോയിച്ചൻ കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഒരു ടവൽ മാത്രമായിരുന്നു റോയിച്ചന്റെ വേഷം. ദേവു പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞോടി. അതേ ഞെട്ടിൽ തന്നെയായിരുന്നു റോയിച്ചനും. പെട്ടെന്ന് റോയിച്ചന്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താ മോളെ, എന്തു പറ്റി? ഓടി താഴെ ഇറങ്ങി നിന്ന് കിടക്കുന്ന ദേവിനെ നോക്കി റോസമ്മ ചോദിച്ചു. അത് അമ്മച്ചി... ദേവ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് റോയിച്ചന്റെ വിളി വന്നു. അമ്മച്ചി, അമ്മച്ചി! ഓ, എന്നതാടാ വിളിച്ചു പോകുന്നേ? ദേ വരണു. റോസമ്മ മുകളിലേക്ക് പോയി. മുകളിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ദേവ് ഏറെക്കുറെ ഊഹിച്ചു. അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ ഗൗരവം കാണിക്കുന്ന റോയിച്ചൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നതാണോ നിനക്ക്? എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നേ? എന്തിനാ അമ്മച്ചി അവൾ എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടേ? ഓ, അതാണോ കാര്യം? നീ വിളിച്ചു പോയപ്പോൾ ഞാൻ കരുതി വല്ല അന്താരാഷ്ട്ര പ്രശ്നമാവും എന്ന്. അമ്മച്ചി, എന്നതാടാ? ആ കൊച്ചി നിന്റെ മുറി കയറിയെന്ന് വെച്ച് നിന്റെ മുറി ഇടിഞ്ഞെങ്ങാനും പോവോ? എൻ്റെ മുറിയിൽ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലാതെ ആരും കയറണ്ട. അത് നീ പറഞ്ഞാൽ മതിയോ? കയറി കയറി എനിക്ക് മേല. അത് ആ കൊച്ചിനെ തുണിയെടുക്കാൻ പറഞ്ഞയച്ച് അതാകെ പേടിച്ച് താഴെ വന്ന് നിന്ന് കിതക്കുക. നീ അതിനെ പേടിപ്പിച്ചു അല്ലേടാ? ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി അവളോട് എൻ്റെ മുറി കയറുന്നെന്ന് പറഞ്ഞേക്കണം. ഓ പിന്നെ, നീയും നിന്റെ റൂമും. എനിക്ക് കയറാനൊന്നും മേല. എന്തെങ്കിലും വേണേലും അറക്കാനുണ്ടെങ്കിൽ നീ തന്നെ താഴേക്ക് വന്നോ. ആ, ഞാൻ കൊണ്ടുവന്നോളാം. ഈ ഒരു ചെക്കൻ്റെ കാര്യം. അതും പറഞ്ഞ് അവർ താഴേക്ക് പോയി. പിന്നെയും ദിവസങ്ങൾ പലത് കൊഴിഞ്ഞു. അന്നത്തെ റോസമ്മയും റോയിയുമായുള്ള സംസാരം കേട്ടുകൊണ്ട് ദേവു പിന്നെ റോയിച്ചിന്റെ മുറിയിൽ പോയതേയില്ല. ഒരു ദിവസം കോളേജിൽ നിന്ന് വന്ന ദേവു കണ്ടത് വീടിന് മുന്നിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തെയാണ്. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരു ഞെട്ടിലോടെ അവൾ വീടിനകത്തേക്ക് ഓടി. വീടിനകത്തെത്തി അവൾക്ക് ഹൃദയം നിലക്കുന്ന പോലെ തോന്നി. അവൾ വാവിട്ട് കരഞ്ഞു. മുത്തശ്ശി! കണ്ടു നിന്ന ഓരോരുത്തർക്കും നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നി. റോസമ്മ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവരുടെ നെഞ്ചിൽ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അമ്മച്ചി, എന്റെ മുത്തശ്ശി, എനിക്ക് ഇനി ആരാ ഉള്ളു? അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മോള് കരയാതെ, മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? അവരവളെ ചേർത്ത് പിടിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ദേവുവിനെ തനിച്ചാക്കാൻ മനസ്സ് വരാത്തതുകൊണ്ട് ചടങ്ങുകളെല്ലാം കഴിയുന്നവരെ റോസമ്മ അവളോടൊപ്പം നിന്നു. തോമസ് റോയിസിനെ ഒന്നും വന്നിട്ട് പോകും. മോളെ, എടുക്കാനുള്ളൊക്കെ എടുത്ത് മോള് ഞങ്ങളോടൊപ്പം വാ. റോസമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല അമ്മച്ചി, ഞാൻ വരുന്നില്ല. അമ്മച്ചി പൊക്കോ. എനിക്കെൻ്റെ മുത്തശ്ശിയോടൊപ്പം കഴിഞ്ഞാൽ മതി. അത് പറ്റില്ല മോളെ ഇവിടെ തനിച്ചാക്കിയാൽ മോളുടെ മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എതിരൊന്നും പറയാതെ മോള് ഞങ്ങളോടൊപ്പം വരണം. അവരുടെ സ്നേഹത്തിന് മുമ്പിൽ മറുത്തൊന്നും പറയാൻ ദേവുവിന് കഴിഞ്ഞില്ല. അവൾ അവരോടൊപ്പം പോയി. കുറേ ദിവസം അവൾ അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുമായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് അവളെ തനിച്ചു വിടാൻ അവർ തീരുമാനിച്ചു. മോളെ, ഇനിയും ഇങ്ങനെയൊന്നും സങ്കടപ്പെട്ട അത് മോളുടെ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റൂ. മോള് നാളെ മുതൽ കോളേജിൽ പോകണം. റോസമ്മ അവൾക്കരികിലിരുന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല അമ്മച്ചി. പാവായിരുന്നു എൻ്റെ മുത്തശ്ശി. എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ച്. എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. വയ്യെങ്കിലും ജോലി ചെയ്ത് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു. മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, എന്നെ ഒരു രാജകുമാരിയെ പോലെ വളർത്തണമെന്നാണ് മുത്തശ്ശിയുടെ ആഗ്രഹമെന്ന്. അതിനായി ഒത്തിരി കഷ്ടപ്പെട്ടു. പാവം, എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന മുത്തശ്ശി ഒരു ദിവസങ്ങളിൽ എല്ലാ സൗകര്യങ്ങളുള്ള വീട്ടിൽ താമസിപ്പിക്കണമെന്നും
വയറു നിറയെ എല്ലാ ആഹാരങ്ങളും വാങ്ങിക്കൊടുക്കണമെന്നും ആ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഉറങ്ങണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതൊക്കെ എൻ്റെ വെറും സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചു പോയല്ലോ അമ്മച്ചി. അവൾ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവർക്ക് അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവരും കരഞ്ഞുപോയി. അല്ല, മോളെ സമാധാനിപ്പിക്കാൻ വന്ന താനും കൂടി ഇവിടെ ഇരുന്ന് കരയാണോ റോസി? അത് ഇച്ചായ, മോളുടെ സങ്കടം കണ്ടപ്പോൾ ഞാൻ അറിയാതെ. എല്ലാവർക്കും സങ്കടമുണ്ട് മോളെ. എന്ന് വെച്ച് അതോർത്തിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എന്താ ചെയ്യുക? മോൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് മുത്തശ്ശി ആഗ്രഹിച്ച പോലെ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തുക എന്നതാ. അത് കണ്ട് മോളുടെ മുത്തശ്ശി സന്തോഷിക്കും. അതേ മോളെ, അതാ ഇപ്പൊ വേണ്ടത്, റോസമ്മയും പറഞ്ഞു. സുഭദ്രാമ ഒരിക്കലും പറയുന്നത് കേട്ടു, മോളുടെ അച്ഛനും അമ്മയ്ക്കും മോളൊരു ഡോക്ടറായിട്ട് കാണാൻ ആഗ്രഹമെന്ന്. ആ ആഗ്രഹം മോള് നിറവേറ്റണം. ഇല്ല അപ്പച്ച, അതിനെനിക്ക് കഴിയും തോന്നുന്നില്ല. അതെന്താ കഴിയാത്തെ? അതിനുള്ള ചെലവ് ഓർത്തിട്ടാണ് ഈ മോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. വേണ്ട അപ്പച്ച, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വീട്ടുന്ന പോലെ എനിക്കറിയില്ല. അതുകൊണ്ട് ഇനിയൊന്നും വേണ്ട. ഓ, അപ്പൊ മോള് ഞങ്ങൾ അന്യരായിട്ടാണല്ലേ കാണുന്നേ? അയ്യോ, അങ്ങനെയല്ല അമ്മച്ചി, നിങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും തന്നെയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പൊ മോള് പഠിക്കുന്ന കാര്യം മാത്രം ചിന്തിക്കുക, ബാക്കിയൊക്കെ പിന്നെ. അങ്ങനെ അവരുടെ സ്നേഹത്തിനു മുമ്പിൽ മറ്റെല്ലാ ദുഃഖങ്ങളും അവൾ മറക്കാൻ ശ്രമിച്ചു. മുത്തശ്ശിയെക്കുറിച്ചുള്ള ദുഃഖം ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലൊളിപ്പിച്ച് അവൾ കുരിശിങ്കൽ വീട്ടിലെ മകളായി. റോയിച്ചൻ മാത്രം അവളോടൊന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതിൽ അവൾക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു. എന്നാലും അവളൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ മാസങ്ങൾ പലതും കഴിഞ്ഞു. അവളുടെ കോഴ്സ് കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അവളുടെ കോളേജിൽ അവളായിരുന്നു ഫസ്റ്റ്. അപ്പച്ചനും അമ്മച്ചിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. അവളുടെ വിജയം അവർ നന്നായി ആഘോഷിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം, അപ്പച്ച, അമ്മച്ചി. എന്താ മോളെ? തോമസ് റോസമ്മയെ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അത് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. US-ന്റെ MBBS പഠിക്കാൻ ആരും സ്പോൺസർ ചെയ്യാന്ന്. ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? അത് അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതെന്തിനാ മോളെ ഇതിപ്പോ ചോദിക്കാതിരിക്കുന്നു? മോൾ ഓക്കെ പറഞ്ഞോ? അതപ്പച്ച, എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് വയ്യ. ഞങ്ങൾക്കും സങ്കടമുണ്ട് മോളെ. പക്ഷെ മോളുടെ നല്ല ഭാവി, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം, അതൊക്കെ മോള് നിറവേറ്റണം. തോമസ് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അല്ല, ആരാ മോളുടെ സ്പോൺസർ എന്ന് പറഞ്ഞായിരുന്നോ? റോസമ്മ ചോദിച്ചു. ഒരു മലയാളിയാണെന്ന് അമ്മച്ചി മേഡം പറഞ്ഞ്. കൂടുതലൊന്നും അറിയില്ല. അതേ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന മേഡം പറഞ്ഞു. എന്തായാലും മോള് പോവാന്ന് വിളിച്ചു പറയും. റോസി, ഒരു ചായ എടുക്കണം. ദേ ഇപ്പൊ കൊണ്ടുവരാ ചായ. ഇന്നാണ് ദേവ് US-ലേക്ക് പോകുന്നത്. അപ്പച്ചനും അമ്മച്ചയും പിരിയുന്ന വേദന അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവർക്കും അങ്ങനെയായിരുന്നു. എങ്കിലും അപ്പച്ചനെയും അമ്മച്ചയും വിഷമിപ്പിക്കണമെന്ന് കരുതി ദേവും അവളെ വിഷമിപ്പിക്കണമെന്ന് കരുതി അവരും സങ്കടം ഉള്ളിലമർത്തി. ദേവുവിന്റെ സ്പോൺസർ ഇടയ്ക്കൊക്കെ അവളെ വിളിച്ച് പഠന കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അന്വേഷിക്കും. അവൾ ഇന്നൊരു ഡോക്ടറായി തിരിച്ചു വരുന്നു. അന്ന് അദ്ദേഹം അവളെ കാണാനെത്തുമെന്ന് അവൾക്ക് വാക്ക് നൽകി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. എല്ലാ ദിവസവും അപ്പച്ചനും അമ്മച്ചയും അവൾ വിളിച്ച് വിശേഷം അന്വേഷിക്കും. പക്ഷേ റോയിച്ചൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ദേവുവിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോലും റോയിച്ചൻ പോയില്ല. വീട്ടിലുള്ളപ്പോൾ പോലും അവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന ഭാവം പോലും റോയിച്ചനില്ല. അതിൻ്റെയൊക്കെ ഒരു വിഷമം ദേവുവിനുണ്ട്. പഠനം കഴിയുന്നതിനിടയിൽ 3-4 തവണ ദേവു വീട്ടിൽ വന്നു. അപ്പോഴേക്ക് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി അവൾക്ക് വയറ് നിറച്ച് കഴിപ്പിച്ചു. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കലായിരുന്നു തോമസും റോസമ്മയും. പഠനവും ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ദേവു നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര തിരിച്ചു. എയർപോർട്ടിൽ ദേവുവിനെ സ്വീകരിക്കാൻ അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ തന്നെ എത്തിയിരുന്നു. ദേവു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അപ്പച്ച, അമ്മച്ചി. മോളെ. അവരവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും പിന്നെ ഈ ഞങ്ങളുടെയും ആഗ്രഹപ്രകാരം മോളൊരു ഡോക്ടറായി അല്ലേ? ഇപ്പൊ മോള് വെറും ദേവയാനിയല്ല, ഡോക്ടർ ദേവയാനിയാ. അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പച്ച, അമ്മച്ചി. എന്താ മോളെ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഡോക്ടറായി തിരിച്ചു വരുമ്പോഴേ എൻ്റെ സ്പോൺസർ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞ കാര്യം. ആ, മോള് പറഞ്ഞായിരുന്നല്ലോ. കണ്ടായിരുന്നു അദ്ദേഹത്തെ? ഇല്ല അമ്മച്ചി, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. മോള് കൊടുത്തല്ലോ അല്ലേ? കൊടുത്ത അപ്പച്ച. പക്ഷേ എന്താ മോളെ? അത് റോയിച്ചിന് ഇഷ്ടാവൂന്നറിയില്ല. അതാ ഞാൻ. അവനെ മോള് നോക്കണ്ട, അവൻ പ്രോബ്ലം ഉണ്ടാക്കില്ല. ആ, മോള് ടെൻഷൻ അടിക്കണ്ട. തോമസ് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഞങ്ങൾക്കും കാണണം മോളുടെ സ്പോൺസറെ, റോസമ്മ പറഞ്ഞു. അവർ വീട്ടിലെത്തിയ ഉടനെ റോസമ്മ ദേവിന് ജ്യൂസ് കൊണ്ടുവന്ന് എടുത്തു. ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവിന്റെ ഫോൺ റിങ് ചെയ്തു. അപ്പച്ച, അദ്ദേഹം. ആ, മോളെ എടുക്ക്. ഹലോ സാർ. മറുതലക്കിൽ നിന്നു. ഹലോ ഡോക്ടർ ദേവയാനി, വീട്ടിലെത്തിയോ? എത്തി സാർ. സാർ എവിടെയാ? ഞാൻ തന്നെ വീടിന്റെ മുമ്പിലുണ്ട്. സാർ എത്തിയോ? അപ്പച്ച, അമ്മച്ചി, സാറെത്തി. വാ മോളെ. റോസി. അവർ പുറത്തേക്ക് ഇറങ്ങി. സാർ എവിടെയാ?
ധൃതി കാണിക്കാതെടൂ, ഞാനിവിടെ ഉണ്ട്. എവിടെ? ദേ നേരെ നോക്കി. നേരെ നോക്കിയ ദേവ് കണ്ടത് ഫോണും ചെവിയിൽ പിടിച്ച് പുഞ്ചിരിയോടെ നടന്നു വരുന്ന റോയ്സനെയാണ്. ഒരു നിമിഷം അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് ഊർന്നുപോയി. റോയ്സൻ? അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. ഡാ മോനെ നീ? അപ്പച്ചനും അമ്മച്ചിയും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അതെ, മോൻ തന്നെ. അവൻ ചിരിയോടെ അവർക്ക് അടുത്തേക്ക് വന്നു നിന്നു. അപ്പച്ചനും അമ്മച്ചിയും റോയ്സൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അറിയാതെ ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെ നിൽക്കുകയാണ് ദേവ്. താനിത് ഏത് ലോകത്ത്? റോയ്സൻ ദേവിന്റെ നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. ദേവ് ഞെട്ടി അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ദൈവച്ച്, താനെന്തിനെ ഇങ്ങനെ കരയുന്നു? തൻ്റെ സ്പോൺസർ ഇങ്ങനെ തലതെറിച്ചവനായിപ്പോയെന്ന് ഓർത്താണോ? അയ്യോ, എന്താ റോയ്സൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരിക്കലും അങ്ങനെയൊന്നും ഓർത്തല്ല. എന്നെ എപ്പോൾ കണ്ടാലും ദേഷ്യത്തോട് പെരുമാറുന്ന റോയ്സൻ എൻ്റെ സ്പോൺസർ എന്നറിഞ്ഞപ്പോഴുള്ള ഞെട്ടിലും സന്തോഷമൊക്കെ കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അല്ല മോനെ, നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോടാ, റോസമ്മ പരിഭവത്തോടെ പറഞ്ഞു. റോയ്സൻ അടുത്ത് വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ എൻ്റെ പൊന്ന് റോസമ്മച്ചിയെ? ഞാനെങ്ങാനും സത്യം പറഞ്ഞാലേ അത് നിങ്ങൾ ഇവളോട് പറയില്ലേ? അപ്പം എനിക്ക് ഇവിടെ മുഖത്ത് ഈ എക്സ്പ്രഷൻ കാണാൻ കഴിയില്ലല്ലോ. അതാ ഞാൻ നിങ്ങളോട് പോലും സത്യം പറയാത്തേ. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി മോനെ. നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ആകാൻ കഴിഞ്ഞില്ലേ, ഞങ്ങൾ ഇന്ന് അഭിമാനിക്കുക. തോമസ് മോനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അല്ല, നമുക്കിവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ഡോക്ടർ വന്നല്ലേ, ഇതൊന്ന് ആഘോഷിക്കണ്ടേ? റോയ്സൻ എല്ലാവരെയും നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, വാ മക്കളെ. എല്ലാവരും അകത്തേക്ക് പോയി. അങ്ങനെ എല്ലാവരും കൂടി അന്നത്തെ ദിവസം മനോഹരമായി ആഘോഷിച്ചു. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റോയി എല്ലാവരോടുമായി പറഞ്ഞു. ദേവിനിവിടെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം. അതേതായാലും നന്നായി മോനെ. നമ്മുടെ കുഞ്ഞിവിടെ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ, അതാ നല്ലത്, റോസമ്മ പറഞ്ഞു. റോയ്ച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ദേവുവിൽ ഒരേ സമയം അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. ഈ മനുഷ്യനെയാണല്ലോ താൻ ഒരു നിമിഷമെങ്കിലും അവിശ്വസിച്ചെന്നോർത്ത് അവളുടെ ഉള്ളൊന്ന് നേറി. രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും ദേവുവിന് ഉറക്കം വന്നില്ല. അവളുടെ ചിന്ത മുഴുവൻ റോയ്ച്ചനെ കുറിച്ചായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ എഴുന്നേറ്റ് റൂമിന് പുറത്ത് ബാൽക്കണിയിലേക്ക് പോയി. കുറച്ചു നേരം അവൾ അങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നു. പുറകിലൊരു കാൽപ്പെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൾക്ക് പുറകിൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന റോയ്ച്ചനെയാണ് അവൾ കണ്ടത്. എന്താണോ, തനിക്ക് ഉറക്കൊന്നുമില്ലേ? അത് ഉറക്കം വന്നില്ല റോയ്ച്ച, അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. താനെന്താണ് എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത്? അല്ല, തൻ്റെ സ്പോൺസറെ കാണുമ്പോൾ കാല് വീഴുന്നോ, കെട്ടിപ്പിടിക്കുന്നോ, എന്തൊക്കെ താൻ പറയുന്നത് കേട്ടല്ലോ. പെട്ടെന്ന് ദേവ് റോയിയുടെ കാലിൽ വീണു. അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് റോയി ഒന്ന് ഞെട്ടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഡോ എഴുന്നേറ്റ്, താനെന്തീ കാണിക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞാടോ. എന്നാ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, എന്നെ മനസ്സിൽ തട്ടി തന്നെയാ പറഞ്ഞു. അറിയാതെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. റോയ്ക്കത് കണ്ടിട്ട് വല്ലാതെയായി. ഡോ എന്താ ഇത്, തനി കണ്ണും തുടച്ചേ? അയ്യേ, താൻ ഇത്രയേ ഉള്ളൂ. അതെ, താൻ വലിയ ഡോക്ടറാട്ടോ. ഇനി ഇങ്ങനെയൊക്കെ കരഞ്ഞാലേ നാണക്കേടാ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റോയ്ച്ചൻ്റെ ദാനല്ലേ. അതുകൊണ്ട് റോയ്ച്ചൻ്റെ മുന്നിൽ കരയേണ്ടി വന്നാൽ എനിക്കതിലൊരു നാണക്കേടുമില്ല. വേണ്ടാട്ടോ, വേണ്ടാട്ടോ. ഈ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ ചെയ്തേ. റോയി അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. ഇന്നാണ് ദേവ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത്. രാവിലെ എല്ലാവരും കൂടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം റോയിയോടൊപ്പം ദേവ് ഹോസ്പിറ്റലിലേക്ക് പോയി. റോയിച്ചൻ്റെ സുഹൃത്ത് ആ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ അരുൺ മോഹനാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലായിരുന്നു ദേവിനെ അവിടെ ജോലി ശരിയാക്കിയത്. അരുൺ ഡോക്ടറുടെ ഓപ്പിക്ക് മുന്നിൽ വെയിറ്റ് ചെയ്യായിരുന്ന റോയ്ച്ചനെയും ദേവിനെയും ഒരു നേഴ്സ് വന്ന് അകത്തേക്ക് വിളിച്ചു. ഇരിക്കടാ ദേവ്, ഇരിക്കും. ദേവിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. ഹൗസ് സർജൻസി കഴിഞ്ഞല്ലേ? അരുൺ ചോദിച്ചു. ഓക്കെ, സാറിപ്പോൾ വരും. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, എനിക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അവർ പുറത്തിറങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദേവിനെ ഒന്ന് ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്യുന്നു പിക്ക് ചെയ്യുന്നത് റോയ്ച്ചനാണ്. അപ്പച്ചനും അമ്മച്ചിയും കുറച്ച് ദൂരം ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് അവർ മടങ്ങിയെത്തുകയുള്ളൂ. അമ്മച്ചി ഇല്ലാത്ത കാരണം ദേവ് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചൊക്കെ റെഡിയാക്കി. ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി താഴെ വന്നപ്പോഴും റോയ്ച്ചൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അവൾ റോയ്ച്ചൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. റോയ്ച്ച, ഇതുവരെ എഴുന്നേറ്റില്ലേ? എണീക്ക്, പോകാൻ ടൈമായി. കൊച്ചിന് ടൈമായോ? എനിക്ക് നല്ല തലവേദന, അതായിരുന്നു ഞാൻ എഴുന്നേൽക്കാതെ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ റെഡിയാവും. അയ്യോ, വൈകി വേണം റോയ്ച്ച, ഞാൻ പൊക്കോളാം. എന്തു പറ്റി, പനിയെങ്ങാനുണ്ടോ? അവൾ അടുത്ത് വന്ന് എഴുന്നേറ്റിരുന്ന് റോയ്ച്ചൻ്റെ നെറ്റിയിൽ കൈവച്ചു. അയ്യോ, നല്ല പനിയുണ്ടല്ലോ റോയ്ച്ച, എഴുന്നേൽക്കണ്ട, കിടന്നോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വെച്ചേ, ഞാനിപ്പോൾ റെഡിയായി വരാം. തനിക്ക് ടൈമായില്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല റോയ്ച്ച, ഞാനിന്ന് പോകുന്നില്ല, ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞോളാം. ലീവ് പറയാറ് എന്നതാ കൊച്ചേ താനീ പറയുന്നത്? എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല. ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ തീരാവുന്ന പനിയേ ഉള്ളൂ. അത് റോയ്ച്ചനാണ് തീരുമാനിക്കുന്നത്. ദേ, അപ്പച്ചനും അമ്മച്ചി ഇല്ലാത്ത, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി.
വേണ്ടടോ, എനിക്ക് വേണ്ടി താനിപ്പോൾ ലീവൊന്നും എടുക്കണ്ട. റോയിച്ചിന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ ലീവ് എടുക്കണ്ടേ? ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന അനുസരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഉത്തരവ്. റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വിളിച്ച് ലീവ് പറഞ്ഞ് ദേവ് റോയ്ക്ക് ഇഞ്ചക്ഷൻ മെഡിസിനൊക്കെ നൽകി. അവൾ അവനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ റോയ് കാണുന്നത് തൻ്റെ അടുത്ത് കസേരയിൽ ചാരിയിരിക്കുന്ന ദേവിനെയാണ്. അവൻ്റെ ചുണ്ടിൽ അവനറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കൊന്നും വേണ്ട കേട്ടോ. ആ, റോയിച്ചൻ എഴുന്നേറ്റോ, ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം. അവൾ കഞ്ഞിയെടുത്ത് വന്നു. റോയിച്ചൻ മുഴുവൻ കുടിച്ചു. പിന്നെ റോയിച്ചിന് മരുന്ന് നൽകി. ക്ഷീണം കൊണ്ട് റോയിച്ചൻ നേരത്തെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണ്ടെന്ന റോയ് കാണുന്നു തൻ്റെ റൂമിൽ സോഫയിൽ കിടന്നുറങ്ങുന്ന ദേവിനെയാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് അവൻ ഫ്രഷ് ആവാനായി പോയി. അവൻ ഫ്രഷായി വന്നതിന് ശേഷവും അവൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഒരു ചെറു ചിരിയോടെ അവൻ കിച്ചണിലേക്ക് പോയി. ഉറക്കമുണർന്ന ദേവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാനിതെങ്ങനെ ഇവിടെ വന്നു? അവൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു റോയിച്ചൻ കോഫിയുമായി വന്നു. ആ, താൻ എഴുന്നേറ്റോ, ദാ കോഫി കുടിക്കുക. അല്ല റോയിച്ച, ഞാനിങ്ങനെ ഇവിടെ വന്നു? അവൾ കോഫി വാങ്ങിക്കൊണ്ട് ചോദിച്ചു. അതെ, അത് കൊടുത്ത് താൻ തല പോയിക്കണ്ട, ഞാൻ പറയാം. ഞാൻ എഴുന്നേറ്റപ്പോൾ സോഫയിൽ കിടക്കാൻ തന്നെ കണ്ട്. എനിക്ക് വേണ്ടി താൻ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഇന്നലെ മുതൽ. പാവം തോന്നി ഞാൻ എടുത്ത് ബെഡിൽ കിടത്തിയതാ. റോയ് ചിരിയോടെ പറഞ്ഞു. അവളൊരു ചമ്മലോടെ കോഫി കുടിച്ചു. ആ, റോയിച്ചിനിപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ ദേവയാനിയല്ലേ എന്നെ ചികിത്സിച്ച്. അപ്പോൾ പിന്നെ അസുഖം മാറാണ്ടിരിക്കുമോ? കളിയാക്കണ്ട, അവൾ പിണക്കത്തോടെ പറഞ്ഞു. കളിയാക്കിയതല്ലടോ, ഞാൻ സത്യം പറഞ്ഞേ. ദേവനെ വീടിനകത്ത് കാണാതെ പുറത്തിറങ്ങിയ റോയ് കാണുന്നു. പുറത്ത് മഴയത്ത് കുഞ്ഞുങ്ങളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ദേവനെയാണ്. ഡേ, നീ എന്നതാടി ഈ കാണിക്കുന്നേ? മഴ നനഞ്ഞ പോലെ അസുഖം പിടിക്കത്തില്ലേ? കേറി പോടിയകത്ത്. പ്ലീസ് റോയിച്ച, എത്ര നാളായി ഇങ്ങനെ മഴയത്ത് കളിച്ചിട്ട്? അയ്യടാ, മഴയത്ത് കളിക്കാൻ പറ്റിയ പ്രായം. എടി, നിന്നോട് കയറാനാ പറഞ്ഞേ. റോയ് ദേഷ്യപ്പെട്ടു. കഷ്ടമുണ്ട് കേട്ടോ റോയിച്ച. ആ, ഇത്തിരി കഷ്ടം തന്നെയാ. പോയി വേഗം തലോടിച്ചേ. ഈ റോയിച്ചൻ്റെ ഒരു കാര്യം. അവൾ കയ്യിലിരുന്ന വെള്ളം അവന് നേരെ തെറിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഡേ, അവൻ ഉറക്കെ അവൾ വിളിച്ചു. അപ്പോഴേക്ക് അവൾ ഓടി അകത്ത് കയറിയിരുന്നു. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ട് റൂമിന് പുറത്തേക്ക് അവളെ കാണാത്തതുകൊണ്ട് റോയി അന്വേഷിച്ചു വന്നു. ദേവ്, നീ എന്നാലും ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട റോയിച്ച. റോയിച്ചൻ കഴിച്ചിട്ട് കിടന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വന്നേ, എഴുന്നേറ്റ് വല്ലതും കഴിച്ച് കിടക്ക്. എനിക്ക് വേണ്ട റോയിച്ച, ഞാൻ ഇത്തിരി കിടന്നോട്ടെ. എന്നാടി, എന്നാ പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ വയ്യേ? റോയി അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ചു. ഓ, പൊള്ളുന്ന പനിയാണല്ലോ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞ വെറുതെ മഴയത്ത് കളിക്കില്ലേന്ന്. ഇപ്പം എന്തായി? അവൻ താഴേക്ക് പോയി കഞ്ഞി കൊണ്ടുവന്നു. ഡേ, എഴുന്നേറ്റ് കഞ്ഞി കുടിക്കുക, എന്നിട്ട് ടാബ്ലറ്റ് എടുക്കാം. വേണ്ട റോയിച്ച. ദേ, നീ എൻ്റെ കൈ നല്ല മേടിക്കും കേട്ടോ. എനിക്കിടിക്കോട്ട്. റോയ് ദേഷ്യപ്പെട്ടു. അവൾ എഴുന്നേറ്റ് കഞ്ഞിയും മരുന്നൊക്കെ കഴിച്ചു. ഇനി റോയിച്ചൻ പോയി കിടന്നു. ആഹാ, അത് കൊള്ളാലോ. എനിക്ക് വയ്യാണ്ടായപ്പോൾ നീ മുഴുവൻ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാടി ഞാനിപ്പോൾ പോയി കിടക്കുക? ഏയ്, എനിക്കത്ര കുഴപ്പമൊന്നുമില്ല റോയിച്ച. ആ, അത് നീയാണ് തീരുമാനിക്കുന്നത്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ റൂമിലെ സോഫയിൽ റോയ് കിടന്നു. രാത്രി എപ്പോഴും അവിടെ ഞരക്കം കേട്ടുകൊണ്ടാണ് അവൻ ഉണർന്നത്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി. ദേവ്, എന്നാ പറ്റി? അവൻ അടുത്തേക്ക് പോയപ്പോൾ അവൾ കിടന്ന് വിറക്കുന്നതാണ് കണ്ടത്. അയ്യോ മോളെ, എന്നാ പറ്റിയടാ? എനിക്ക് തണുക്കുക റോയിച്ച. അവൻ ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതച്ചു. എനിക്ക് വയ്യ റോയിച്ച, ഞാനിപ്പോ മരിച്ചു പോകും. ഏയ് മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അവനൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. പെട്ടെന്ന് തോന്നിയ പ്രേരണയാൽ അവൻ ബ്ലാങ്കറ്റിനടിയിലൂടെ അവൾക്കരിയിലേക്ക് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവൻ്റെ മുന്നിൽ അപ്പോൾ അവളെ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ ചുംബനങ്ങളാൽ ചൂട് പകർന്നു. തൻ്റെ ചുംബനങ്ങളിലൂടെ അവളുടെ ശരീരത്തിലേക്ക് ചൂട് പടരുന്ന് അവൻ അറിഞ്ഞു. കാറ്റിന് പോലും കടക്കാനിടവില്ലാത്ത വിധം അവൻ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ക്ഷീണം കൊണ്ട് അവൾ വേഗം ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ദേവിനെ പിടിവിടുവിച്ച് റോയിച്ചൻ ഫ്രഷ് ആവാൻ പോയി. ഉറക്കമുടുന്ന ദേവ് രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി ഓർത്തെടുത്തു. അവൾക്ക് റോയിച്ചനെ ഫേസ് ചെയ്യാൻ എന്തോ മടി തോന്നി. അന്ന് വൈകുന്നേരം അപ്പച്ചനും അമ്മച്ചിയും വന്നു. നന്നായി അസുഖം മാറിയതിനു ശേഷം ജോലിക്ക് പോയാൽ മതിയെന്ന് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു. അവർ റോയിയുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം റോയി എസ്റ്റേറ്റിൽ പോയി വരാൻ രാത്രി ഒത്തിരി വൈകി. അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ കിടന്നു. റോയി വരുമ്പോൾ ഭക്ഷണം എടുത്തു കൊടുക്കാൻ അമ്മച്ചി ദേവിനോട് പറഞ്ഞു. കാറ് കംപ്ലൈൻ്റ് ആയത് കാരണം സുഹൃത്തിൻ്റെ ബൈക്കും എടുത്ത് മഴ നനഞ്ഞാൽ റോയിച്ചനന്ന് വീട്ടിലേക്ക് വന്നു. എന്താ റോയിച്ച ഇത്? ആകെ നനഞ്ഞല്ലോ. അവൾ തോർത്തെടുത്ത് കൊണ്ടുവന്ന് റോയിച്ചൻ്റെ തല തോർത്താൻ തുടങ്ങി.
പെട്ടെന്ന് റോയ് അവളുടെ കയ്യിൽ നിന്ന് തോർത്ത് പിടിച്ചു വാങ്ങി. എനിക്കറിയാം തല തോർത്താൻ, എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട. എന്താ റോയിച്ച ഇങ്ങനെയൊക്കെ പറയുന്നേ? റോയിച്ച വരുമ്പോൾ ഭക്ഷണം എടുത്തതിന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, വന്ന് ഭക്ഷണം കഴിക്കാൻ. എനിക്കറിയാം ഭക്ഷണം കഴിക്കാൻ, ആരുടെയും സഹായം എനിക്ക് വേണ്ട. റോയിച്ചന്റെ ആ പെരുമാറ്റത്തിൽ അവൾക്ക് വേദന തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്താ റോയിച്ച ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് നിന്നെ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഓർക്കാൻ പറ്റാത്ത തെറ്റ്. സോറി. അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാ ഈ പറയുന്ന റോയിച്ച? റോയിച്ചിനെ എന്ത് തെറ്റ് ചെയ്തുന്നാ? ഞാൻ പറഞ്ഞോ റോയിച്ച എന്നോട് തെറ്റ് ചെയ്തു? എന്തിനാ പറയുന്നത്? ഒരാളുടെ പെരുമാറ്റം കണ്ട് അറിയാലോ അയാളുടെ മനസ്സിലെന്താന്ന്. റോയിച്ച പ്ലീസ്, എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ റോയിച്ചിനെ ഈ പറയുന്നത്. അന്ന് റോയിച്ചന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല റോയിച്ച. കുഴപ്പമൊന്നുമില്ലായിട്ടാണോ നീ ഇന്നേ ദിവസം വരെ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? എന്നോട് ഇന്നേ ദിവസം വരെ നീ എന്തെങ്കിലും മിണ്ടിയോ? എന്തിന് എന്നെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ചെയ്തോ? ഞാൻ പൊട്ടനാണെന്ന് കരുതരുത് കേട്ടോ ദേവു. അതും പറഞ്ഞ് റോയ് റൂമിലേക്ക് പോയി. റോയിയുടെ വാക്കുകൾ കേട്ടാകെ തകർന്ന അവസ്ഥയിലായിരുന്നു ദേവു. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. കുറച്ച് സമയത്തിന് ശേഷം എന്തോർത്ത് കണ്ണുടച്ചുകൊണ്ട് അവൾ റോയിയുടെ റൂമിലേക്ക് പോയി. ബെഡിൽ തലക്ക് കൈവച്ച് കിടക്കുകയായിരുന്നു റോയ്. അവളെ കണ്ടപ്പോൾ അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്താ? റോയിച്ചൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശക്കുമ്പോൾ ഞാനെടുത്ത് കഴിച്ചോളാം, താൻ കഴിച്ചിട്ട് കിടന്നോ. അതും പറഞ്ഞ് റോയ് ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. ദേവ് ബെഡിന് താഴെയിരുന്ന് റോയിയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സോറി പറഞ്ഞു. സോറി റോയിച്ച, റോയിച്ചന് ഇത്രയും സങ്കടാവുന്ന ഞാൻ കരുതിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല റോയിച്ച, റോയിച്ചന് ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടാ ഞാൻ മാറി നടന്ന്, അല്ലാതെ. അവൾ പൊട്ടിക്കരഞ്ഞു. റോയ് പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയ്യോ മോളെ, നീ എന്താ ഈ കാണിക്കുന്നത്? പോട്ടെ, സാരമില്ല. നീ എന്നെ വിട്ടുമാറി നടന്നപ്പോൾ ഞാൻ കരുതിയത് നിനക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നീ എന്നോട് ദേഷ്യത്തിൽ നടക്കുവാന്നാ. എന്തൊക്കെയാ റോയിച്ച ഈ പറയുന്നത്? എൻ്റെ ജീവിതം തന്നെ റോയിച്ചന് ദാനമല്ലേ? ആ റോയിച്ചിനോട് എനിക്ക് എങ്ങനെയാ ദേഷ്യപ്പെടാനും വെറുപ്പ് കാണിക്കാനൊക്കെ കഴിയുക? പോട്ടെ, സാരമില്ല, വാ നമുക്ക് ചെന്ന് വല്ലതും കഴിക്കാം. രാവിലെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. മക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പച്ച? എന്തായാലും മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയില്ലേ? അതേ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് കല്യാണം കഴിഞ്ഞ് മക്കളുമായി. ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. ഒരാലോചന വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാ. ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാ. ആള് UK ഡോക്ടറാണ്. നല്ല സ്വഭാവം, ഫാമിലിയും കൊള്ളാം. എന്താ മക്കളെ നിങ്ങളുടെ അഭിപ്രായം? റോയും ദേവും പരസ്പരം നോക്കി. അതാപ്പച്ച അവളല്ലേ കിട്ടുന്നത്, അവളുടെ സമ്മതം ചോദിക്കുക. അതും പറഞ്ഞ് റോയി എഴുന്നേറ്റ് പോയി. അല്ല മോനെ, നീ കഴിച്ചു കഴിഞ്ഞില്ലല്ലോ. എനിക്ക് മതിയാമച്ചി. റോയ് റൂമിലേക്ക് പോയി. ദേവും മതിയാക്കി എഴുന്നേറ്റു. മോളെ, നീയും കഴിച്ചില്ലല്ലോ. എനിക്ക് മതിയമ്മച്ചി. അവൾ റൂമിലേക്ക് പോയി. രണ്ടുപേരും പോകുന്നതുകൊണ്ട് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചിരിക്കായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. ഇവരുടെ മനസ്സറിയാൻ ഇതേ ഉള്ളൊരു വഴി, തോമസ് പറഞ്ഞു. രണ്ടുപേർക്കും മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ട്, പക്ഷെ തുറന്നു പറയാൻ മടിയാ. നീ നോയിക്കോ, ഇന്ന് തന്നെ ആ മടിയൊക്കെ മാറി അവര് ഇഷ്ടം തുറന്നു പറയും. ഹോസ്പിറ്റലിൽ പോകാനായി ദേവ് റെഡിയായി വന്നു. റോയിച്ചനും റെഡിയായി പുറത്തേക്ക് വന്നു. യാത്രയിലുടനീളം മൗനമായിരുന്നു രണ്ടുപേരും. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും ഈ മൗനം തുടർന്നു. അന്ന് രാത്രി ഇരുവർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേവ് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്ന റോയിയാണ് കണ്ടത്. റോയിച്ച, ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. താൻ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല. ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. കുറെ നേരം ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടി. ഒരു തണുത്ത കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി. മൗനം ഭേദിച്ചുകൊണ്ട് റോയ് ചോദിച്ചു, താൻ അപ്പച്ചനോട് അമ്മച്ചിയോട് എന്തു പറഞ്ഞു തൻ്റെ കല്യാണക്കാര്യം? ഞാനൊന്നും പറഞ്ഞില്ല. അതെന്നെ പറയാത്തെ? അവൾ റോയിയുടെ മുഖത്തേക്ക് നോക്കി. ഞാനെന്താ പറയണ്ടേ? നിനക്ക് സമ്മതമാണെങ്കിൽ സമ്മതം എന്ന് പറയണം. അപ്പൊ പറയാല്ലേ? എന്ത് സമ്മതമാണെന്ന്? റോയി അവളുടെ മുഖത്തേക്ക് നോക്കി. സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം. പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് റോയിച്ചൊരു വാക്ക് തരണം. എന്നതാ? നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസം നടത്തണം. സമ്മതിച്ചോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കണ്ട. അതെങ്ങനെ ശരിയാവുക? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ല റോയിച്ചൻ. അപ്പോൾ റോയിച്ചൻ്റെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ടേ? വേണ്ട. അതെന്താണെന്ന് ഞാൻ ചോദിച്ചേ. റോയിച്ചൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? നീ എന്നതൊക്കെയാ കൊച്ചി ഈ പറയുന്നേ? ഒന്ന് പോയി. പിന്നെ പ്രേമിച്ചടങ്ങ് എനിക്ക് വട്ടല്ലേ. തിരിഞ്ഞടക്കാൻ പോയ റോയിയെ ദേവ് കയ്യിൽ പിടിച്ച് നിർത്തി. റോയിച്ച, എൻ്റെ മുഖത്തേക്ക് നോക്കി. റൂമിലേക്ക് പോയ റോയിച്ചൻ്റെ പുറകെ ദേവ് പോയി. ഡോറടക്കാൻ തിരിഞ്ഞ റോയിച്ചനെ തള്ളി മാറ്റി ആൾ റൂമിലേക്ക് കയറി. നീ ഇതെങ്ങോട്ടാ? ഇനി ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത്.
ദൈവം നീ കളിക്കരുത് കേട്ടോ. പോയി നിന്റെ റൂമിൽ കിടന്നേ. സൗകര്യമില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഞാൻ മുമ്പ് ഇവിടെ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് നീ സോഫയിലല്ലേ കിടന്ന്, ബെഡിലല്ലല്ലോ. ആ എന്നാലേ ഇന്ന് ഞാൻ ബെഡിലാണ് കിടക്കുന്നത്. ദേവു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. എഴുന്നേറ്റ് പോടി എന്റെ ബെഡിൽ നിന്ന്. എനിക്ക് സൗകര്യമില്ല പോവാൻ. അവൾ തലവഴി ബെഡ്ഷീറ്റ് പതിച്ച് കിടന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഡി എഴുന്നേൽക്കടി. അവനെ അവളെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഓ അപ്പൊ ഞാനിച്ചതിന് ശല്യാണല്ലേ? അതെ, നീ എനിക്ക് ഭയങ്കര ശല്യ. ഒന്ന് പോയി തരാവോ പ്ലീസ്? അവൻ കൈ തൊഴുത് അവളോട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. റോയ് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അവന് ഉറക്കം വന്നില്ല. അവൻ എഴുന്നേറ്റ് ദൈവം ഉറങ്ങിയോന്നറിയാൻ അവളുടെ റൂമിലേക്ക് പോയി. റൂം തുറന്നു നോക്കിയ റോയി ഒന്ന് ഞെട്ടി. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് കൈത്തണ്ടക്ക് നേരെ കത്തിക്കൊണ്ട് ചെല്ലുന്ന ദേവുവിനെയാണ് അവൻ കണ്ടത്. അവന്റെ സകല നിയന്ത്രണവും പോയി. ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി മുഖമടച്ചൊന്ന് കൊടുക്കുകയാണ് അവൻ ചെയ്ത്. എന്നതാണ് ഈ പുല്ല് നീ കാണിക്കുന്നത്? നിനക്കെന്നെ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. അതിന് നിങ്ങൾക്കെന്താ? ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നില്ലല്ലോ. ഞാൻ ആർക്കും ഒരു ശല്യാവുന്നില്ല. എന്ന് നീ കഴിഞ്ഞ് ഈ ശല്യങ്ങൾ അവസാനിപ്പിച്ചേക്കാം. അവൾ താഴേക്കിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ മാറോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു. എന്താടി മോളെ നിനക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് ചാവും പോവാണ് ചെയ്യേണ്ടത്. ഈ ലോകത്ത് എനിക്ക് വലുത് എൻ്റെ ഇച്ഛായന. ആ ഇച്ഛായന തന്നെ ഞാൻ ശല്യമായെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എടി കോപ്പെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അങ്ങനെ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് നീ തന്നെയാടി പുല്ലേ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാടി, ഒത്തിരി ഒത്തിരി. എൻ്റെ ജീവനാടി മോളെ നീ ഇല്ലാണ്ടായ പിന്നെ ഈ ഇച്ഛായൻ ഒട്ടോടി. പിന്നെ എന്തിനാ ഞാൻ ശല്യാന്ന് ഇച്ഛായൻ പറഞ്ഞ്? അതോ, അത് എന്നെ പോലൊരു തലതെറിച്ചവനെ അല്ല നിനക്ക് കിട്ടേണ്ടതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഈ ലോകത്ത് ഇച്ഛായനേക്കാൾ പെർഫെക്റ്റ് എനിക്ക് കിട്ടും ഈ ചായ. എന്നാലും നീ കൊള്ളാലോടി. ഒരു നിമിഷം ഞാൻ വൈകിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നോണ്ടാ. സംഗീനകത്തൊരായിരം കത്തി കുത്തുന്ന വേദന തോന്നി ഈ ചായന അങ്ങനെ പറഞ്ഞപ്പോ. സോറി മോളെ, ഐ ആം റിയലി സോറി. ഇനി എന്തിൻ്റെ പേരിലായാലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. എനിക്ക് വേണം നിന്നെ, ഈ റോയിസിനെ മാത്രം ദേവൂട്ടിയായിട്ട്. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടമർത്തി. അവൾ കണ്ണുകളടച്ച് അവനെ കെട്ടിപ്പിടിച്ചു. ആ അപ്പൊ നമ്മുടെ പ്ലാൻ ഏറ്റു അല്ലേ റോസി? ഡോറിനടുത്ത് ശബ്ദം കേട്ടിടത്തേക്ക് ദേവു റോയി നോക്കി. എന്താ പച്ച പറഞ്ഞേ? റോയി സംശയത്തോടെ ചോദിച്ചു. തോമസ് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഓഹോ, അപ്പൊ അതായിരുന്നല്ലേ കെട്ടിയോന്റെയും കെട്ടിയവളുടെയും പ്ലാന്? അതേലോ. അല്ല, നിങ്ങൾ പിടിതരായിരുന്ന ഞങ്ങൾ പിന്നെ എന്നാ ചെയ്യാനാ? റോസമ്മ പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഞാൻ കുറച്ച് വൈകിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണമല്ല അടിയന്തരം നടത്തായിരുന്നു. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം ആൾത്താരക്ക് മുന്നിൽ റോയി ദേവിന്റെ കഴുത്തിൽ മിന്നി ചാർത്തി അവളെ തന്റെ ജീവന്റെ പാതിയാക്കി. കുരിശു വരച്ച് കൊന്ത കഴുത്തിലിട്ട് മെഴുകുതിരി കയ്യിൽ നൽകി റോസമ്മ അവളെ കൈ പിടിച്ച് കയറ്റി. അവരുടെ പൂജാമുറിയിൽ ദേവിന്റെ ഈശ്വരന്മാരും സ്ഥാനം പിടിച്ചിരുന്നു. സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി റോയി ദേവിന്റെ സീമന്തരേഖ ചുവപ്പിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അമ്മച്ചി നൽകിയ പാലുമായി ദേവ് റോയിച്ചന്റെ മുറിയിലേക്ക് പോയി. ഡോറടിച്ച് തിരിഞ്ഞ ദേവ് കാണുന്നു തന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന റോയിയാണ്. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുവരുത്തിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ഡോക്ടർക്ക് നാണോ? ഒന്ന് പോയ റോയിച്ച. അവൾ അവനെ തള്ളി മാറ്റി. ആഹാ, അങ്ങനെയാണോ? അവൻ അവളുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി ടേബിളിൽ വെച്ചു. എന്നിട്ട് അവളെ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്തു. അവൾ അവനെ നെഞ്ചിൽ മുഖം അമർത്തി. അവളെ കൈകളിൽ കോരിയെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചുണ്ടമർത്തി. അവൾ കണ്ണുകളിറുകെ അടച്ച്. അവൻ ബെഡിലിരുന്ന് അവളെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. പാൽ ഗ്ലാസ് എടുത്ത് പാൽ കുടിച്ച് അവൾക്കും നൽകി. താൻ എന്ത് കണ്ടിട്ടാണോ എന്നെ ഇഷ്ടപ്പെട്ട്? ഈ മനസ്സ് കണ്ടിട്ട് തന്നെ ഇച്ഛായ. വേലക്കാരിയുടെ കൊച്ചുമകളായിട്ടും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? എൻ്റെ കൂടെ നിന്നില്ലേ? എന്നെ ജീവന തുല്യം സ്നേഹിച്ചില്ലേ? ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ എന്താ തരണ്ടേ? അവളുടെ മിഴികൾ നിറഞ്ഞു. അവൻ്റെ ഇരുകൈ കൊണ്ട് അവളുടെ മിഴികൾ തുടച്ചു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ മരണം വരെ ഈ നെഞ്ചിലെ സ്നേഹം മുഴുവൻ എനിക്ക് തന്നു. ജീവൻ്റെ പാതിയായി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാണോ? എന്താ സമ്മതമല്ലേ തനിക്ക്? സമ്മതമല്ലേന്നു? 100 വട്ടം സമ്മതം. ആഹാ, എന്നാ പിന്നെ നമുക്ക് ജീവിച്ചു തുടങ്ങിയാലോ? അവൾ നാണത്തോട് മുഖം കുനിച്ചു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവൻ അവൾക്കരികിലേക്ക് കിടന്നു. ഇരുവരുടെയും കണ്ണുകൾ കോർത്തു. അവൻ അവളുടെ സീമന്തരേഖയിൽ ചുണ്ടുകൾ അമർത്തി. പിന്നെ അവളുടെ നെറ്റിയിൽ, കവിളുകളിൽ, അധരങ്ങളിൽ, അങ്ങനെ അവളുടെ ഓരോ അണുവിനെയും അവൻ ചുംബനങ്ങളാൽ ഉണർത്തി. ഒടുവിൽ അവൻ്റെ പ്രണയം മുഴുവനായി അവൻ അവളിലേക്ക് പകർന്നു നൽകി. 2 ശരീരങ്ങളും ഒന്നായ നിമിഷം
ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണാണ് താനെന്ന് ആ നിമിഷം ദേവുവിന് തോന്നി. ആരുമില്ലാതിരുന്ന തനിക്ക് ജീവൻ പോലും നോക്കി സ്നേഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഇച്ചായനുണ്ടെന്ന സന്തോഷത്തോടെ അവൻ്റെ പ്രണയം അവൾ കണ്ണുകളടച്ച് സ്വീകരിച്ചു. ഇനി അവർ ജീവിക്കട്ടെ, ദേവൂട്ടിയുടെ സ്വന്തം ഇച്ചായനും ഇച്ചായൻ്റെ സ്വന്തം ദേവൂട്ടിയുമായി.